നമസ്കാരം. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഒരു സിനിമ. വലിയ എന്ന് പറയുമ്പോൾ അതിൽ തിരക്കഥയുടെ ആ ഒരു ഭംഗി കൊണ്ടും അഭിനയിച്ച നടന്മാരുടെ അഭിനയ പ്രത്യേകത കൊണ്ടും ആണ് ഞാനത് പറയുന്നത്. ബഡ്ജറ്റല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ കണക്കാക്കുന്ന ഒരു സിനിമയാണ് കൃപ ഫിലിംസിൻ്റെ സേതുമാധവൻ എന്ന ലാലേട്ടൻ്റെ കഥാപാത്രത്തെ മുൻനിർത്തി ലോഹിതദാസ് എന്ന ഇതിഹാസ ചരിത്രകാരൻ അതിമനോഹരമായ സിനിമകൾ സംവിധാനം കഴിവുള്ള നമ്മുടെ സിബി മലയിൽ സാറുമായി ഒരുമിച്ച് ചേർന്ന് വന്ന സിനിമ. അതിൽ ലാലേട്ടൻ, അതുപോലെ തന്നെ തിലകൻ, കവിയൂർ പൊന്നമ്മ, ഫിലോമിന, അങ്ങനെ വലിയൊരു താരനിര. ശങ്കരാടി, ഉടൂർ ഉണ്ണികൃഷ്ണൻ, മമ്മുക്കോയ, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, മണിയമ്പിള്ള രാജു, കീരിക്കാടൻ ജോസ്, ജോണി, അങ്ങനെ നിൽക്കുകയാണ് പാർവതി. ഒട്ടനവധി താരങ്ങൾ അണിനിരുന്ന ആ സിനിമ ഇന്നും മനസ്സിൽ എല്ലാ പ്രേക്ഷകരുടെയും ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴിതാ ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഒരു ചെറിയൊരു പോസ്റ്റർ ഞാൻ കാണുവാനിടയായി. ഈ സിനിമ റിലീസിന് എത്തുകയാണ്. അതെ, കിരീടം റിലീസിന് വരികയാണ്. ജൂൺ മാസത്തിൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസിന് എത്തുകയാണ്. റിലീസ് ചരിത്രങ്ങളിൽ ലാലേട്ടൻ്റെ സിനിമകൾ വലിയൊരു ഓളമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയത്. ലാസ്റ്റ് വന്ന 2 ചിത്രങ്ങൾ അത്ര വലിയ പേരെടുത്തില്ലെങ്കിലും അതും വലിയ ആഗ്രഹമുള്ള സിനിമയായിരുന്നു കാണണമെന്ന്. സമരൻ ബദ്രഹിമിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ദേവദൂതൻ ഉണ്ടാക്കിയ ഓളം അതൊരു ഗംഭീര ഓളം തന്നെയായിരുന്നു. മറ്റുള്ള യാതൊരു സിനിമകൾക്കും അത്തരത്തിലുള്ള വലിയൊരു ഓളം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ ചോട്ടാ മുംബൈ, സ്ഫടികം, മണിച്ചിത്രത്താഴ്, ഈ സിനിമകൾ ഉണ്ടാക്കിയ ഓളം അത് ചെറിയ ഒരു ഓളമല്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ അതേ ഗണത്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് നിൽക്കാവുന്ന ഒരു സിനിമ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്ത ആ കാലഘട്ടത്തിൽ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഈ സിനിമ വന്നത്. 6 വയസ്സൊക്കെ ഉള്ളൂ എനിക്ക്. 6 വയസ്സ് 7 വയസ്സുള്ള സമയത്തൊക്കെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാമെന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊക്കെ അപൂർവ ഭാഗ്യങ്ങളാണെന്ന്. തിയേറ്ററും അധികമില്ല. ഞാനൊക്കെ VCRലാണ് കാസറ്റ് ഇട്ടിട്ടാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രേക്ഷകർക്കും അതുപോലെ ഇപ്പോഴത്തെ ന്യൂജൻ പ്രേക്ഷകർക്കൊക്കെ വീണ്ടും ആ സിനിമ കാണുവാനുള്ളൊരവസരം, തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ 4K ഡോൾബി അറ്റ്മോസിൽ കാണുവാനുള്ള അവസരം സെവൻ ആർട്സ് ഫിലിംസും അതുപോലെ തന്നെ ഫിലിം ഡിവിഷനും ഒക്കെ ചേർന്ന് ഒരുക്കുകയാണ്. സിനിമ ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. തിയേറ്ററിൽ പോയി കാണണമെന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സേതുമാധവൻ്റെ ആ ജീവിത യാഥാർത്ഥ്യങ്ങളോടുള്ള പട്ടപ്പൊരുതലുകൾ മനസ്സിലാക്കാനായിട്ട്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത ആ ഒരു കിരീടവും അതിനെ തുടർന്ന് വന്ന ചെങ്കോലും അതിലൂടെ അദ്ദേഹത്തിൻ്റെ അന്ത്യവുമൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്തതാണ്. ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടുന്ന സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് ലാലേട്ട.